നിങ്ങളൊരു ഫിഷ് മാർക്കറ്റിൽ പോയിരുന്നാൽ നിങ്ങൾ ഫിഷൊന്നും വാങ്ങിയില്ലെങ്കിലും ഒരു ദിവസം അവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മാർക്കറ്റിൻ്റെ ഫിഷിൻ്റെ ഒരു സ്മെല്ലായിരിക്കും നമുക്ക് കിട്ടുക. ഇതേപോലെ തന്നെ നമ്മളൊരു പെർഫ്യൂമിൻ്റെ ഷോപ്പിൽ പോയി നിന്നാൽ നിങ്ങൾ അവിടെ നിന്ന് വാങ്ങിയാലും ഇല്ലെങ്കിലും ഒരു ദിവസം നിങ്ങൾ ആ പെർഫ്യൂം ഷോപ്പിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ല് നിങ്ങൾക്ക് കിട്ടും. നമ്മളെ എൻവയോൺമെൻറ്റ് ഏതാണോ ആ എൻവയോൺമെൻറ്റിൻ്റെ ഒരു മാർക്ക് നമുക്കെപ്പോഴും അബ്സോർബ് ചെയ്യേണ്ടതായിട്ട് വരും. നമുക്കത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും. ഇത് തന്നെയാണ് നമ്മളെ പേഴ്സണൽ സർക്കിൾ. സ്ഥിരമായി ഗോസിപ്പ് പറയുന്ന ആളുകളുടെ കൂടെയാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ, കംപ്ലൈൻറ്റ് പറയുന്ന ആളുകളുടെ കൂടെയാണ് നടക്കുന്നതെങ്കിൽ ആ ഒരു എൻവയോൺമെൻറ്റൽ ഒരു അബ്സോർപ്ഷൻ മാത്രമേ നമ്മളെ കാര്യത്തിലും നടക്കുള്ളൂ. അപ്പോൾ നമ്മളും ഒരു കംപ്ലൈൻറ്റ് പറയുന്ന ആളുകളായിട്ട് സ്ലോലി മാറും. അല്ലെങ്കിൽ ഗോസിപ്പിങ്ങിൽ നമ്മൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചു തുടങ്ങും. മോട്ടിവേഷനല്ല പ്രധാനം, എൻവയോൺമെൻറ്റ് പ്രധാനമാണ്. നമ്മൾ എന്തിൻ്റെ അടുത്താണ് ഉള്ളത്, നമ്മളെ സ്മെല്ല് എന്താണ്? അപ്പോൾ നിങ്ങളെ എൻവയോൺമെൻറ്റിൻ്റെ സ്മെല്ല് എന്താണ്?